Good afternoon, everyone. Good afternoon, ma'am. Good afternoon, ma'am. Good afternoon, ma'am. Okay, good afternoon. Good afternoon, Okay. ma'am. Ariyo, good afternoon. Okay, good afternoon. സ്റ്റാർട്ട് ചെയ്താലോ നമുക്ക്? എല്ലാവരും ആയോ? ജോയിൻ ചെയ്യുന്നേ ഉള്ളോ? സ്റ്റാർട്ട് ചെയ്യാം നമുക്ക് കേട്ടോ. പ്രയാൾ സൈനിങ്. സ്റ്റാർട്ട് ചെയ്തോളൂ. ആരാ? പ്രയർ ആരാ ചൊല്ല? പ്രയർ ആരാ ചൊല്ല? പറയൂ. ഇതെന്തോന്നും ഉണ്ടാക്കിയേ? കേൾക്കുന്നുണ്ടോ? ഞാൻ ചൊല്ലാം. Okay. Dear Lord, break me of the need to be busy pursuing a sense of self-worth. Make me secure in who you are and who you have made me to be. And as a result, teach me what it means to truly rest. Help me catch my breath in Jesus' name. Amen. Good afternoon, everyone. Yeah. Okay. Then signing and count of three. Thought of the day ഞാൻ പറയാം. Believe in yourself and you will achieve great things. Okay. Then sign in. Sign in ഞാൻ പറയാം മാം. Make your thoughts and perception beautiful and there will be progress in life. Sign in by Mohsina. ചിന്തയും ധാരണകളും മനോഹരമാക്കുക, ജീവിതത്തിൽ പുരോഗതി ഉണ്ടാക്കുക. Yeah. Okay. So let's start today's class. അറിയാലോ എന്താണ് ഞാൻ പറഞ്ഞിരുന്നത്? ആർട്ടിക്കിൾ നോക്കണമെന്ന് പറഞ്ഞിരുന്നു. നോക്കിക്കൊണ്ടുവന്നോ ആരെങ്കിലൊക്കെ? നോക്കിയോ? മിണ്ടുന്നില്ല? നോക്കിയില്ല? എന്തേ ഒന്നും മിണ്ടാത്തേ? നോക്കിയോ? ഇല്ല. ഇല്ലെന്നാണോ ഉണ്ടെന്നാണോ? സോറി മാം, കഴിഞ്ഞ ക്ലാസ്സിൽ കയറിയിട്ടില്ല. എന്തോ? കഴിഞ്ഞ ക്ലാസ്സിൽ കയറാൻ പറ്റിയിട്ടില്ല, അപ്പൊ അറിയില്ലായിരുന്നു. അറിയില്ലേ? കഴിഞ്ഞ ക്ലാസ്സിൽ ഉണ്ടായവരാരെങ്കിലും ഉണ്ടോ? ഇല്ല. ഇന്ന് നോക്കിയിട്ടില്ല ആരും. മടിയാണ് അല്ലെ? എല്ലാവർക്കും മടി വന്നു. പെരുന്നാൾക്ക് കാരണം മടിയായി ആണോ? അതല്ലേ സത്യം? പക്ഷെ ഞാൻ നോക്കിയിട്ടുണ്ട്. പക്ഷെ ഞാൻ എന്താന്നറിയോ, ഇവിടെ ഞാൻ തറവാട്ടിൽ, അപ്പൊ എല്ലാരും മക്കളും ഇതൊക്കെ എത്രത്തോളം പറയാൻ പറ്റുന്ന അറിയില്ല. ഭയങ്കര സൗണ്ട് കേൾക്കാരം. അതാ. ഓക്കെ. ആർക്കെങ്കിലും അറിയോ? വേറെ ആർക്കെങ്കിലും ആർട്ടിക്കിൾ എന്താണ് എന്ന്? മിസ്, ഞാൻ നോക്കിയിട്ടുണ്ട്, പക്ഷെ ഇവിടെ വർക്ക് നടക്കുക, ഡ്രില്ലിംഗ് മെഷീന്റെ സൗണ്ട് ഒക്കെ. യെസ്. ആർട്ടിക്കിൾ എന്താണ്? ആർട്ടിക്കിൾ എന്ന് പറയുന്നത് 2 ടൈപ്സ് ഓഫ് ആർട്ടിക്കിൾസ് ഉണ്ട് അല്ലെ? ഏതൊക്കെയാണ്? അതെ മിസ്. ഇൻഡിഫിനേറ്റും ഡിഫിനേറ്റും രണ്ട് തരത്തിലുള്ള ആർട്ടിക്കിളാണ് ഉള്ളത്. ഇൻഡിഫിനേറ്റ് ആർട്ടിക്കിൾ ആന് അതുപോലെ എ എന്നുള്ളതാണ്. അതുപോലെ ഡിഫിനേറ്റ് ആർട്ടിക്കിൾ ദ, അതാണ്. 3 ആർട്ടിക്കിളാണ് ഉള്ളത്. എന്നും ആനും ദാനും. ഇതൊക്കെ നമ്മൾ വ്യത്യസ്തമായിട്ടുള്ള വേർഡുകളെ കൂടെയാണ് ഇതൊക്കെ യൂസ് ചെയ്യുക. എ എന്നുള്ളതും ആൻ എന്നുള്ളതും അതുപോലെ ദ എന്നുള്ളതും 3 ആർട്ടിക്കിളാണ് ഉള്ളത്.
അപ്പൊ ഈ ഇംഗ്ലീഷ് ഗ്രാമറിലെ 3 വാക്കുകളാണ് ഈ ആർട്ടിക്കിൾ എന്ന് പറയുന്നത്. എ ആൻഡ് ദ. ഇൻഡിഫിനിറ്റ് ആർട്ടിക്കിൾ എ ആൻഡ് ഡിഫിനിറ്റ് ആർട്ടിക്കിൾ ദ. അപ്പൊ നമ്മൾ ഓരോ വേർഡും, അതായത് പെൻ എന്ന് പറയുമ്പോൾ നമ്മൾ എ എന്നാ പറയല്, ആൻ എന്ന് പറയാറില്ല. അതുപോലെ അംബർല പറയുമ്പോൾ ആൻ എന്നാണ് പറയാറ്. അപ്പൊ എ ഉപയോഗിക്കേണ്ടത് എവിടേക്കെന്ന് വെച്ചാല് നമ്മള് സ്വരാക്ഷരങ്ങളും വ്യഞ്ജനാക്ഷരങ്ങളും പഠിച്ചിട്ടുണ്ടല്ലോ. ഈ വ്യഞ്ജനാക്ഷരങ്ങളെ കൂടെയാണ് നമ്മള് ഈ എ അതുപോലെ എ എന്നുള്ളത് യൂസ് ചെയ്യുന്നത്. എ പെൻ, എ റൂം, എ സ്കൂൾ, എ ക്ലാസ് അങ്ങനെ പറയും. നമ്മള് വോവൽസിന്റെ കൂടെ ഒക്കെ നമ്മൾ അധികം ആൻ ആണ് ഉപയോഗിക്കുക. എന്നാൽ തന്നെ നമ്മൾ ചില വോവൽസിന്റെ കൂടെ എന്നും ഉപയോഗിക്കാറുണ്ട്. അതായത് ഇപ്പൊ നമ്മള് വോവൽസ് തുടങ്ങണ വേർഡ്, അതായത് യൂണിയൻ അല്ലെങ്കിൽ യൂറോപ്പ്, ഇതൊക്കെ പറയുമ്പോൾ നമ്മൾ അവിടെ എന്താണ്, നമ്മൾ അവിടെ സൗണ്ട് ആണ് നോക്കുന്നത്. അതായത് യൂണിയൻ എന്ന് പറയുമ്പോൾ നമ്മൾ യു എന്നുള്ള ഒരു ഉച്ചാരണമാണ് അവിടെ വരുന്നത്. അപ്പോ അത് എന്താ എ ആണ് അവിടെ നമ്മൾ ഉപയോഗിക്കുക. AIEOU എന്നുള്ളതിൽ വോവൽസിൽ അധികം എലിഫന്റ് പറയുമ്പോ, അതുപോലെ ഓറഞ്ച് പറയുമ്പോ അപ്പോഴൊക്കെ ഉച്ചാരണമാണ് അവിടെ കൊടുക്കുന്നത്. എ ഒ അ ഇ ഈ ഉ ഉ ഓ ഓ എ എ അങ്ങനെ പറയണതിനൊക്കെ നമ്മൾ ആൻ ഉപയോഗിക്കും. അതല്ലാതെ അക്ഷരം ഏത് യു ആണ് വരുന്നത് നോക്കിയിട്ട് മാത്രം, ഏത് ലെറ്ററാന്ന് നോക്കിയിട്ട് മാത്രം നമ്മൾ എ എന്നും എ എന്നും അവിടെ മാറ്റം വരുത്തുക. ഇത്രയാണ് ആ ഭാഗത്തില്. യൂണിവേഴ്സൽ ട്രൂത്തിന്റെ ഒക്കെ ഇതൊക്കെ ഇൻഡിഫിനിറ്റ് ആർട്ടിക്കിൾ ആണ്. എയും ആനും വരുന്നത് എല്ലാതും ഇൻഡിഫിനിറ്റ് ആർട്ടിക്കിൾ ആണ്. ഡിഫിനിറ്റ് ആർട്ടിക്കിൾ എന്ന് പറഞ്ഞാൽ ദ വരുന്നതാണ്. യൂണിവേഴ്സൽ ട്രൂത്തിന്റെ ഒക്കെ കൂടെ നമ്മൾ ദ എന്നാണ് യൂസ് ചെയ്യുക. അതായത് സ്കെയ്, മൂണ്, അപ്പൊ ഒന്ന് മാത്രം, അതായത് താജ്മഹൽ അങ്ങനെയുള്ളതിനൊക്കെ പറയുമ്പോൾ നമ്മൾ താജ്മഹൽ എന്നോ അല്ലെങ്കിൽ ആൻ താജ്മഹൽ എന്നോ പറയില്ല. അതിന്റെ ഒക്കെ കൂടെ നമ്മൾ ദ ആണ് യൂസ് ചെയ്യുക. അതുപോലെ എന്താ ഇപ്പൊ നമ്മള് ഒരു കാര്യം പറയാം, ഡോർ, ആ ഡോർ അടക്കുമെന്ന് പറയാം. അപ്പൊ നമ്മള് ദ ഡോർ കൂട്ടിട്ടാ കുടിയു ഷട്ട് ഡോർ എന്ന് പറയില്ല, ദ ഡോറിനെ പറയുള്ളൂ. അങ്ങനെ എന്തെങ്കിലും ഒരു കാര്യത്തിനെ കുറിച്ചിട്ട് ഒബ്വിയസ് ആയിട്ടുള്ള കാര്യത്തെ കുറിച്ച് പറയുമ്പോൾ അവിടെ നമ്മൾ ദ യൂസ് ചെയ്യും. അതുപോലെ ഇപ്പൊ നമ്മളൊരു കാര്യത്തെ ഊന്നി പറയാണ്, ഒരു വട്ടം നമ്മൾ പറഞ്ഞ കാര്യത്തെ പിന്നെയും പറയുമ്പോ, അതായത് നമ്മൾ പറഞ്ഞല്ലോ നൗണും പ്രോനൗണും പറഞ്ഞ പോലെ ഇപ്പൊ പറയാം ഷീ ഗേവ് ഹിം എ പ്രസന്റ്, അങ്ങനെ പറയാം. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ ആ പ്രസന്റ്, അതിനെ കുറിച്ച് ആ പ്രസന്റിനെ കുറിച്ച് പറയാണ്, ദ പ്രസന്റ് വാസ് വെരി എക്സ്പെൻസീവ്. അപ്പം അവിടെ ഒരു കാര്യത്തെ കുറിച്ച് നമ്മൾ ഒന്നുകൂടെ ഊന്നി പറയാണ്, ഓൾറെഡി ബീൻ മെൻഷൻഡ്, അതായത് ഓൾറെഡി മെൻഷൻ ചെയ്ത ഒരു കാര്യത്തെ പിന്നെ നമ്മൾ പറയുമ്പോൾ അതിന്റെ കൂടെ ദ എന്നാണ് ചേർക്കുക. പിന്നെ പെർട്ടിക്കുലർ ആയിട്ടുള്ള ഒരു പേഴ്സൺ അല്ലെങ്കിൽ ഒബ്ജക്റ്റിനെ കുറിച്ച് പറയുമ്പോഴും നമ്മൾ ദ, അതായത് യൂണിവേഴ്സൽ ട്രൂത്തിന്റെ ഒക്കെ കൂടെ നമ്മൾ പറയില്ല. അതുപോലെ പെർട്ടിക്കുലർ ആയിട്ടുള്ള ഒരു പേഴ്സണെ കുറിച്ചോ ഒബ്ജക്റ്റിനെ കുറിച്ചോ പറയുമ്പോഴും നമ്മൾ ദയാണ് ഉപയോഗിക്കുക. അതായത് ഇപ്പൊ ഐ ലിവ് ഇൻ ദ സ്മാൾ ഹൗസ് വിത്ത് എ ബ്ലൂ ഡോർ. ഇത് ഞാനൊരു ചെറിയ വീട്ടില്, നീല പെയിന്റ് അടിച്ചൊരു ചെറിയ വീട്ടിൽ. അപ്പൊ ഒരു കാര്യം എന്താ പറയാ, ഒരു കാര്യത്തെ കുറിച്ച് പറയുമ്പോ അപ്പൊ നമ്മള് അവിടെ ദയാണ്, ദ സ്മാൾ ഹൗസ് അങ്ങനെയാണ് പറയാം. അതുപോലെ എന്താ പറയാ, ഒരു പേഴ്സണെ കുറിച്ച് പറയാണ്, അപ്പൊ ഒരു പെർട്ടിക്കുലർ ആയിട്ടുള്ള ഒരു പേഴ്സണെ കുറിച്ച് പറയാണ്. അപ്പൊ ദ മാൻ ഹു റോട്ട് ദിസ് ബുക്ക് ഈസ് ഫേമസ്. ആരാണോ ഈ ബുക്ക് എഴുതിയത് അയാൾ ഫേമസ് ആയിട്ടുള്ള ഒരാളാണ്. അപ്പൊ ദ മാൻ അവിടെ അങ്ങനെയുള്ള പെർട്ടിക്കുലർ ആയിട്ട് ഒരു പേഴ്സണെ കുറിച്ചോ അല്ലെങ്കിൽ ഒരു ഒബ്ജക്റ്റിനെ കുറിച്ചോ പറയുമ്പോൾ നമ്മൾ ദയാണ് ഉപയോഗിക്കുക. ഇതാണ് ഇൻഡിഫിനേറ്റും ഡിഫിനേറ്റും ആയിട്ടുള്ള ആർട്ടിക്കിൾസ്. എ ആൻ എന്നുള്ളത് ഇൻഡിഫിനേറ്റും, ഡിഫിനേറ്റ് ആയിട്ടുള്ളത് ദായും. ഇത്ര ഭാഗം ഞാൻ നോക്കിയിട്ടുള്ളൂ മാം. തിരക്കിന്റെ ഇടയിൽ ഞാൻ രാവിലെ ഇരുന്ന് നോക്കിയത് മാം. ഓക്കെ, താങ്ക് യു. ഓക്കെ, എന്തായാലും കുഴപ്പമില്ല കേട്ടോ, നന്നായിട്ട് പറഞ്ഞിട്ടുണ്ട്. അത്രയേ ഉള്ളൂ ആർട്ടിക്കിൾ. വളരെ സിമ്പിൾ ആണ്, ഒരുപാട് ഭയങ്കര സിമ്പിളാ. നമ്മൾ വിചാരിക്കുന്ന പോലെ എന്താ ഭീകരമായിട്ടൊന്നും ആർട്ടിക്കിൾ ഇറ്റ്സ് വെരി സിമ്പിൾ പോർഷൻ. ഓക്കെ, ഇപ്പൊ പറഞ്ഞ പോലെ പേരെന്തായിരുന്നു? റിഷാന. റിഷാന പറഞ്ഞ പോലെ ആർട്ടിക്കിൾ എന്ന് പറയുമ്പോൾ 2 കാറ്റഗറീസ് ആണ്. അത് ഡിഫിനൈറ്റ് ആർട്ടിക്കിൾ എന്നും ഇൻഡിഫിനൈറ്റ് ആർട്ടിക്കിൾ എന്ന് പറയും. ഇതിനെ തന്നെ ആ മീനിങ് നോക്കിയാൽ മതി, കാര്യം മനസ്സിലാവും. ഡിഫൈൻ ചെയ്യുന്ന, നമ്മൾ ഒരു കാര്യത്തെ നിർവചിപ്പോ, ഡിഫൈൻ മീൻസ് നിർവചിക്കാൻ പറ്റുന്ന ഒരു കാര്യം എന്നൊക്കെയാണ് മലയാളം, അങ്ങനെയാണെന്ന് തോന്നുന്നു. ഓക്കെ, ഇപ്പോ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇൻഡിഫിനൈറ്റ് പറയാം. ഫസ്റ്റ് ഇൻഡിഫിനൈറ്റിൽ വരുന്നത് എ ആൻഡ് ആൻ ആണ്, 2 ആർട്ടിക്കിൾ ആണ് ഇൻഡിഫിനൈറ്റിൽ വരുന്നത്. ഡിഫിനൈറ്റ് എന്ന് പറയുന്നത് ദ ആണ്, അല്ലെ? എ അല്ല, ഒരിക്കലും നമ്മൾ ഉച്ചരിക്കുന്നത് എ. ഓക്കെ, എന്നാണ്. A boy,
a car, a dolphin, a fan. കണ്ടോ? നമ്മൾ ഉച്ചരിക്കാം. ഇവിടെ ഫോക്കസ് ചെയ്യുന്നത് ലെറ്റേഴ്സിനല്ല കേട്ടോ, ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ലെറ്റേഴ്സിനല്ല. നമ്മൾ യൂസ് ചെയ്യുന്നത് ഇപ്പോൾ ഞാൻ പറയുന്നത് എന്നാണ് കേട്ടോ, ശ്രദ്ധിക്കണം. പക്ഷെ അങ്ങനെയല്ല പറയാൻ. ഓക്കെ, അപ്പോ നമ്മൾ യൂസ് ചെയ്യേണ്ടത് കോൺസണന്റ് സൗണ്ടിന്റെ കൂടെയും ആൻഡ് യൂസ് ചെയ്യേണ്ടത് വൊവൽസിന്റെ കൂടെ എന്നാണ് നമ്മൾ ആദ്യമേ പഠിച്ചിട്ടുള്ള കാര്യം. പണ്ട് മുതലേ നമ്മൾ അങ്ങനെയാ പഠിച്ചിട്ടുള്ളത് അല്ലെ. 26 ആൽഫബറ്റ്സ് ഉണ്ട്, അതിൽ 5 എണ്ണം വൊവൽസും ബാക്കി 21 കോൺസണന്റ്സും ആണ് അല്ലെ. പക്ഷെ നമ്മൾ യൂസ് ചെയ്യേണ്ടത് എന്താണ്? യൂസ് ചെയ്യേണ്ടത് കോൺസണന്റ്സിന്റെ കൂടെയും ആൻഡ് യൂസ് ചെയ്യേണ്ടത് വൊവൽസിന്റെ കൂടെയാണ്. ഇങ്ങനെയാണ് നമ്മൾ പഠിച്ചു വെച്ചിരിക്കുന്നത്. ഓക്കെ, പക്ഷേ ഇവിടെ ഒരു കറക്ഷൻ ഉണ്ട്. കറക്ഷൻ മീൻസ് ഇവിടെ ലെറ്റേഴ്സിന്റെ കൂടെയല്ല ഇതൊന്നും യൂസ് ചെയ്യേണ്ടത്, സൗണ്ട് ആണ്. ഇവിടെ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് സൗണ്ടിനെയാണ്. ഓക്കെ, മനസ്സിലായോ? ഇപ്പോ എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ അവർ, അവർ ആൻഡ് അവർ, അവർ പറയില്ലേ, മണിക്കൂർ, അവർ. ഓക്കെ, അവിടെ ലെറ്റർ ആണെങ്കിൽ, ലെറ്ററിന്റെ ബേസ് ആണെങ്കിൽ നമ്മൾ ഏത് ആർട്ടിക്കിളാണ് യൂസ് ചെയ്യണ്ടേ? ആണല്ലേ, എച്ച് ആണ് വന്നിരിക്കുന്നത്. എച്ച് കോൺസണന്റ് ആണ്, സോ നമ്മൾ യൂസ് ചെയ്യുന്നത് എ ആണ്. പക്ഷെ എന്തുകൊണ്ട് നമ്മൾ ഇവിടെ ആൻ യൂസ് ചെയ്തു? സൗണ്ട് സൗണ്ട്, നമ്മൾ സൗണ്ടിനെ ബേസ് ചെയ്തിട്ടാണ് ആർട്ടിക്കിൾ യൂസ് ചെയ്യേണ്ടത്. എപ്പോഴും അത് ശ്രദ്ധിച്ചാൽ നമുക്ക് ക്ലിയർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും. ആൻഡ് അവർ, അവർ, അവർ എന്ന് പറയും. കണ്ടോ, അത് സൗണ്ട് ആണ്, വൊവൽസിൽ പെടുന്ന ഒരു സൗണ്ട് ആണ് കേട്ടോ. സോ അതുകൊണ്ടാണ് നമ്മൾ ഇവിടെ ആൻഡ് യൂസ് ചെയ്തത്. ഓക്കെ, അതുപോലെ ബ, 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 ക, ജ, ഫ, ഹ, ജ, ല. മനസ്സിലായോ? ഇതൊക്കെ കോൺസണൻസ് ആണ്. കോൺസണൻസ് ആണെങ്കിലും സൗണ്ട് വരുമ്പോൾ അത് കോൺസണന്റിൽ പെടുന്ന ഒരു സൗണ്ട് ആയിരിക്കണം. എന്നാൽ മാത്രമേ നമുക്ക് അവിടെ യൂസ് ചെയ്യാൻ പറ്റൂ. അല്ല വൊവൽസിൽ പെടുന്ന സൗണ്ട് ആണ് നമ്മൾ വേർഡ് ഉച്ചരിക്കുമ്പോൾ വരുന്നതെങ്കിൽ, പ്രൊണൗൺസ് ചെയ്യുമ്പോൾ വരുന്നതെങ്കിൽ അവിടെ യൂസ് ചെയ്യേണ്ട ആർട്ടിക്കിൾ ഏതായിരിക്കണം? ആൻ ആയിരിക്കണം. ക്ലിയർ ആയോ? അപ്പൊ നിങ്ങൾ ചെയ്യേണ്ടത് സൗണ്ട് പഠിക്കണം. ഇംഗ്ലീഷില് ഏറ്റവും ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് സൗണ്ട്സിനാണ്, പ്രൊണൗൺസിയേഷൻ ആണ് ഏറ്റവും ഇമ്പോർട്ടന്റ്. സോ അതുകൊണ്ട് തന്നെ നമുക്ക് ഇപ്പൊ ഈ ചാപ്റ്റർ എല്ലാം കംപ്ലീറ്റ് ആയതിനു ശേഷം സൗണ്ട്സ് പഠിക്കണ്ടേ നമുക്ക് അല്ലെ? ഒരു വേർഡ് എങ്ങനെയാണ് പ്രൊണൗൺസ് ചെയ്യുക എന്ന് നമ്മൾ പഠിക്കണ്ടേ? ടീച്ചേഴ്സ് മക്കളെ പഠിപ്പിക്കാൻ പോകുമ്പോ അവരും പഠിപ്പിച്ചു കൊടുക്കണ്ടേ അല്ലെ? ഓ, ഫോണിറ്റിക്സ് നിങ്ങൾക്കറിയാതെ, നിങ്ങൾ കേട്ടിട്ടുണ്ടാവുമല്ലോ ഫോണിറ്റിക്സ് എന്താണെന്ന് അല്ലെ? സൗണ്ട്സ് ആണല്ലേ. സോ അതിനെ കുറിച്ച് പഠിക്കുന്നതാണ് ഫോണിറ്റിക്സ്. എന്താ പറഞ്ഞ ദീപിക? ഒന്നുമില്ല മിസ്സേ, ഇവിടെ കുട്ടിയോട് സംസാരിച്ചതാ. അപ്പൊ ഫോണിറ്റിക്സ് നിങ്ങളുടെ പ്രാക്ടിക്കൽ സെക്ഷൻ വരുമ്പോ ഫോണിറ്റിക്സ് ഞാൻ പറഞ്ഞുതരാം. ഈ സൗണ്ട് കറക്റ്റ് ആയിട്ട് ആ ടൈമിൽ ഞാൻ പറഞ്ഞുതരാം കേട്ടോ. അപ്പൊ ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആയോ? ആൻഡ് ഇത് രണ്ടും എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടത് എന്ന് ക്ലിയർ ആണ്. സൗണ്ടിനെ ബേസ് ചെയ്തിട്ടാണ് യൂസ് ചെയ്യുന്നത്. യെസ്, ക്ലിയർ. നെക്സ്റ്റ് ദ അല്ലെ, ദ ഉണ്ട്, അത് ഡിഫിനൈറ്റ് ആണ്. ഇപ്പോ ഞാൻ നിങ്ങളോട് പറയാണ്, ഗിവ് മി ദ പെൻ, ഗിവ് മി ദ പെൻ. ഞാൻ യൂസ് ചെയ്ത് ഗിവ് മി ദ പെൻ, ദ ആണല്ലേ, ദ പെൻ. നമുക്ക് രണ്ടുപേർക്കും, ചോദിച്ച ആൾക്കും ചോദ്യം കേട്ട ആൾക്കും അറിയാം ഞാൻ ഏത് പേനയാണ് ഉദ്ദേശിച്ചത്. മനസ്സിലായോ? കാര്യം പിടി കിട്ടിയോ? പർട്ടിക്കുലർ ഒരു പെണ്ണാണ് അയാൾക്ക് ചോദിച്ചത്, അത് നമുക്ക് ചോദിച്ച ആൾക്ക് കേട്ട ആൾക്ക് മനസ്സിലായി ഞാൻ എന്താ ചോദിച്ചത്. ഓക്കെ, അതുകൊണ്ടാണ് നമ്മൾ ദ യൂസ് ചെയ്യുന്നത്. പക്ഷേ ഞാൻ ചോദിക്കുകയാണ് ഗിവ് മി എ പെൻ, ഗിവ് മി എ പെൻ, ഏതെങ്കിലും ഒരു പേന തരൂ എന്നാണ് ആ ചോദ്യത്തിന് ചോദ്യം നമ്മൾ കൺവേ ചെയ്യുന്നത്. ഏതെങ്കിലും ഒരു പേന തരൂ, ഗിവ് മി എ പെൻ, ഗിവ് മി എ പെൻ ആണെങ്കിൽ ഞാൻ എന്റെ നീ വാങ്ങിച്ച പേന തരൂ എന്നോ, അല്ലാതെ ഞാൻ ആ പർട്ടിക്കുലർ പെന്നെ ഉദ്ദേശിച്ചിട്ടാണ് അവിടെ ദ എന്ന് പറയുന്ന ആർട്ടിക്കിൾ യൂസ് ചെയ്തത്. ഓക്കെ, സ്പെസിഫിക് ആയ ഒന്നിനെ സൂചിപ്പിക്കാൻ നമ്മൾ ദ യൂസ് ചെയ്യുന്നു. കറക്റ്റ് ആണ്. അങ്ങനെയാണ് നമ്മൾ ദ യൂസ് ചെയ്യുന്നത്. സ്പെസിഫിക് ആയ എന്ത് കാര്യത്തിന്റെ മുൻപിൽ നമുക്ക് ദ ആർട്ടിക്കിൾ യൂസ് ചെയ്യാവുന്നതാണ്. അത് ചോദിക്കുന്ന ആൾക്കും പറയുന്ന ആൾക്കും അറിയാൻ പറ്റണം. മനസ്സിലായോ? അല്ലാതെ ഞാനിപ്പോ നമ്മൾ തമ്മിൽ ഒരു ബന്ധവും ഇല്ല. അപ്പോ ഞാൻ അവിടെ ഇരിക്കുന്നു, നിങ്ങൾ അവിടെ ഇരിക്കുന്നു, ഞാൻ നിങ്ങളോട് ചോദിക്കണം ഗിവ് ദ പെൻ, നിങ്ങൾ ഏത് പേന ചോദിക്കണം, ഏത് പേനയെ കുറിച്ചിട്ടാണ് അല്ലെ? പക്ഷെ അറിയണം, കറക്റ്റ് ആയിട്ട് അറിയണം എന്താണ് ഞാൻ ഉദ്ദേശിക്കുന്നത് എന്ന് അറിയണം. ഇപ്പൊ നിങ്ങൾക്കൊരു ഫോൺ
നിങ്ങൾക്ക് ഐഫോൺ ആണ് ഭയങ്കര ഇഷ്ടമാണ്, ഐഫോൺ വാങ്ങുന്നതിന് നിങ്ങളുടെ ആഗ്രഹം എന്ന് പറയും. ഒരു പ്രാവശ്യം എന്നോട് പറഞ്ഞിട്ടുണ്ട് എന്ന് വിചാരിക്കും, മനസ്സിലായോ? അപ്പൊ നിങ്ങൾ എന്നോട് പറയാണ് മിസ്സേ ഐ ബൈ ദ ന്യൂ ഫോൺ എന്ന് പറയാണ്. ഐ ബൈ ദ ന്യൂ ഫോൺ, ഐ ബോട്ട് ദ ന്യൂ ഫോൺ എന്ന് പറഞ്ഞു. അപ്പൊ എനിക്കെന്താ മനസ്സിലാവാം? ഇതാ യൂസ് ചെയ്തത് കൊണ്ട് ഞാൻ എന്ത് മനസ്സിലാക്കണം? നിങ്ങൾ ആഗ്രഹിച്ച ഐഫോൺ നിങ്ങൾ വാങ്ങി എന്നല്ലേ വിചാരിക്കേണ്ടത്. അല്ലാതെ ഇപ്പൊ പറയണം ഐ ബോട്ട് എ ന്യൂ ഫോൺ, ഒരു ന്യൂ ഫോൺ ഞാൻ വാങ്ങിച്ചു. ഏത് ഫോണാണോ എനിക്കറിയില്ല, ഏതോ ഒരു ഫോൺ, ഒരു പുതിയ ഫോൺ വാങ്ങി. അതുകൊണ്ട് ഡയറക്റ്റ് നമ്മൾ യൂസ് ചെയ്തു, മനസ്സിലായോ? അപ്പൊ ദ യൂസ് ചെയ്യുന്നതും യൂസ് ചെയ്യുന്നതും എന്തുകൊണ്ടാണ്? സ്പെസിഫിക് ആയിട്ട് പറയുന്ന ഒരു പർട്ടിക്കുലർ ഒരു റീസൺ ഉണ്ടെങ്കിൽ അവിടെ നമുക്ക് ദ ആർട്ടിക്കിൾ യൂസ് ചെയ്യാവുന്നതാണ്. അതുപോലെ നമ്മൾ പരസ്പരം കണ്ടപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, എനിക്കൊന്നൊരു ഡോക്ടറെ കാണാൻ പോകണം, എനിക്ക് സ്കിൻ ഡോക്ടറെ കാണാൻ പോകേണ്ടതുണ്ട് എന്ന് ഞാൻ ഒരു തവണ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മൾ തമ്മിൽ മീറ്റ് ചെയ്തപ്പോ ഞാൻ പറഞ്ഞു ഐ മെറ്റ് ഡോക്ടർ എന്ന് പറയാണ്. ഐ മെറ്റ് ദ ഡോക്ടർ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും, ഓക്കെ നീ ഡോക്ടർ കണ്ടു അല്ലെ, സ്കിൻ ഡോക്ടർ കണ്ടു, യൂസ് ചെയ്തത് ദ ആർട്ടിക്കിൾ ആണ്, മനസ്സിലായോ? ഇനി അഥവാ ഞാൻ പറയാണ് ഐ മെറ്റ് എ ഡോക്ടർ, ഒരുപാട് ഡോക്ടേഴ്സ് ഉണ്ട്, അത് ഏതെങ്കിലും ഒരു ഡോക്ടറെ ഞാൻ മെറ്റ് ചെയ്തു എന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പൊ മനസ്സിലായോ ആർട്ടിക്കിൾ എങ്ങനെയൊക്കെയാണ് യൂസ് ചെയ്യേണ്ടതെന്ന്? ക്ലിയർ ആയോ? ക്ലിയർ ഓർ നോട്ട്? ക്ലിയർ. ഓക്കെ, അപ്പൊ ഇത്രയേ ഉള്ളൂ. ഇതില് എക്സെപ്ഷൻസ് ഉണ്ട് കേട്ടോ. എല്ലാ ലാംഗ്വേജിലും എല്ലാ ലാംഗ്വേജും അല്ല കേട്ടോ, ഇംഗ്ലീഷിൽ പ്രത്യേകിച്ച് എക്സ്പ്രഷൻസ് വളരെയധികം കൂടുതലാണ്. അതെന്തുകൊണ്ടാണ് അങ്ങനെ വന്നതെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല, റീസൺ എനിക്കറിയില്ല. അതിപ്പോ പറയുകയാണെങ്കിൽ ഇപ്പൊ നമ്മൾ പറഞ്ഞു മൂൺ ഒരെണ്ണേ ഉള്ളൂ, നമ്മൾ യൂസ് ചെയ്യുന്നത് ദ മൂൺ എന്നാണ്, ദ സൺ ആണ്, ഇതൊക്കെ ഒരെണ്ണേ ഉള്ളൂ, ദ സൺ എന്നാണ് യൂസ് ചെയ്യുന്നത് അല്ലെ. പക്ഷേ ചില സമയങ്ങളിൽ നമ്മള് ചിലപ്പോ ചെയ്തെന്ന് മനസ്സിലായോ? ഇപ്പോ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോ ഹിമാലയൊക്കെ നമ്മൾ അങ്ങനെ പറയും. പക്ഷേ മൗണ്ട് എവറസ്റ്റിന്റെ കൂടെ ദ മൗണ്ട് എവറസ്റ്റ് നമ്മൾ പറയും ഇല്ല അല്ലെ. അതൊക്കെ എക്സെപ്ഷൻസ് ആണ് കേട്ടോ. അപ്പൊ അതൊക്കെ നിങ്ങള് പഠിക്കുക. ഒരുപാട് കാര്യങ്ങൾ അങ്ങനെയുണ്ട് നമ്മുടെ ഇപ്പൊ നമ്മൾ എന്ത് പഠിച്ചാലും ഇംഗ്ലീഷിന് ബേസ് ചെയ്ത് എന്ത് പഠിച്ചാലും അതിലൊക്കെ എക്സെപ്ഷൻസ് ഉണ്ട്. ഇതെല്ലാം നിങ്ങൾ പഠിക്കുന്ന അറ്റ് എ ടൈം നിങ്ങൾ പഠിക്കുക, പ്രാക്ടീസ് ചെയ്യുന്നതിനോട് കൂടെയൊക്കെയാണ് ഇതൊക്കെ മനസ്സിലാവുക കേട്ടോ. സോ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഇംഗ്ലീഷ് എന്ന് പറയുന്ന ലാംഗ്വേജ് ഒരിക്കലും നമ്മള് പഠിച്ച് കഴിയില്ല, കംപ്ലീറ്റ് ആകും, ഒരിക്കലും കംപ്ലീറ്റ് ആകില്ല. ഓക്കെ, അത് നിങ്ങളുടെ എന്താണ് ബ്രെത്ത് വരെ നമുക്ക് പഠിക്കാനുള്ള ഒരു സബ്ജക്റ്റ് ആണ് ശരിക്കും ഇംഗ്ലീഷ് ലാംഗ്വേജ് എന്ന് പറയുന്നത്. ഓക്കെ, ഡേ ടു ലൈഫ് അല്ലെങ്കിൽ ഡേ ബൈ ഡേ ഇത് ഗ്രോ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ലാംഗ്വേജ് ആണ്, ഗ്രോയിങ് ലാംഗ്വേജ് ആണെന്നൊക്കെ പറയാം. ഓക്കെ, ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട്. ഇപ്പൊ സിമ്പിൾ ആയിട്ട് പറഞ്ഞ അവസാനത്തേക്കാണെങ്കിൽ ആർട്ടിക്കിൾ എന്താണ്, എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടത്, ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് ക്ലിയർ ആയോ? ക്ലിയർ? ഓക്കെ, ദെൻ നമ്മൾ പിന്നെ യൂസ് ചെയ്യുന്നത് നമ്മുടെ ലാംഗ്വേജ് പറയുമ്പോഴും പിന്നെ ഒരു പ്ലേസ് പറയുമ്പോഴും നമ്മൾ ആർട്ടിക്കിൾ ഒന്നും യൂസ് ചെയ്യാറില്ല അല്ലെ. ഇംഗ്ലീഷ് ലാംഗ്വേജ് എന്ന് പറയുന്നത് ഇംഗ്ലീഷ് ലാംഗ്വേജ് അല്ലെ. ജപ്പാൻ എന്ന് പറയോ? ഇല്ല, മനസ്സിലായോ? അപ്പൊ അങ്ങനത്തെ കുറച്ച് എക്സെപ്ഷൻസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് ഒഴിച്ചാല് എങ്ങനെയാണ് നമ്മൾ യെസ്, യൂട്യൂബില് നിങ്ങൾ സെർച്ച് ചെയ്യൂ കേട്ടോ, ഒരുപാട് ഓപ്ഷൻസ് ഉണ്ടല്ലോ, സെർച്ച് ചെയ്യാം, ഒരുപാട് നമുക്ക് ഇൻഫർമേഷൻസ് കിട്ടും, ഒരുപാട്. ഇപ്പോ നമുക്ക് ഇത്രയൊക്കെ ഉള്ളൂ, നമുക്ക് ആസ് എ സബ്ജക്ട് വൈസ് പഠിക്കാനായിട്ട് ഇത്രയൊക്കെ ഉള്ളൂ കാര്യങ്ങൾ. പക്ഷെ പറയാനാണെങ്കിൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പറയേണ്ടതായിട്ടുണ്ട്, ഒരുപാട്. അത് ഏതൊരു പോർഷൻ എടുക്കുകയാണെങ്കിൽ ഒരുപാടുണ്ട്. ഓക്കെ, അപ്പൊ ആർട്ടിക്കിൾ എന്താണ്? ഇത്രയൊക്കെ ഉള്ളൂ. ഓക്കെ, സിമ്പിൾ. സോ ഇതിനെ ബേസ് ചെയ്തിട്ട് ഞാൻ കുറച്ച് ക്വസ്റ്റ്യൻസ് ചോദിക്കാം, ഞാൻ ടൈപ്പ് ചെയ്യാം.
സിമ്പിൾ ആണേ. ആൻസർ പറഞ്ഞോളൂ കേട്ടോ. ഡാഷ് sun rises in the east. Very simple. The sun. ദായല്ലേ മിസ്സേ? I bought a dash new phone and sorry. A new phone. A new phone എന്നും പറയാം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ രണ്ടുപേർക്കും അറിയാവുന്ന ഒരു പെർട്ടിക്കുലർ ഫോൺ ഉണ്ടെങ്കിൽ നമുക്കത് എന്ന് പറയുന്നു ആർട്ടിക്കിൾ യൂസ് ചെയ്യാവുന്നതാണ്. ഓക്കെ, നെക്സ്റ്റ് ഐ എം കുക്കിംഗ് ഫോർ ഡാഷ്. സോറി, കുക്കിംഗ് അല്ല കേട്ടോ, ലുക്കിംഗ് ആണേ. ലുക്കിംഗ്, കുക്കിംഗ്. ഐ എം ലുക്കിംഗ് ഫോർ ഡാഷ് ഗുഡ് ബുക്ക് ടു റീഡ്. ഏതെങ്കിലും ഒരു ഗുഡ് ബുക്ക് ആണ് ഞാൻ നോക്കുന്നത്, അപ്പൊ യൂസ് ചെയ്യാം. A good book to read. Dash Mona Lisa is dash famous painting. Yeah, the and അല്ലെ. The Mona Lisa എന്ന് പറയുന്നത് പെർട്ടിക്കുലർ സ്പെസിഫിക് ആണ് അല്ലെ, നമുക്കറിയാൻ വരണേ ഉള്ളൂ അല്ലെ. Oh, the Mona Lisa is dash famous painting. പെയിന്റിങ്ങളിൽ ഒരു പെയിന്റിംഗ് ആണ് മൊണാലിസ എന്ന് പറയുന്നത്. അപ്പൊ ഏതെങ്കിലും ഒരെണ്ണമാണ് അല്ലെ, ആണ് യൂസ് ചെയ്യാം. The Mona Lisa is a famous painting. Okay, yeah. Next one, we went to dash park for a picnic. We went to dash park for a picnic. Yes. പറഞ്ഞു അല്ലെ. ഓക്കെ, ഇവിടെ നമുക്ക് രണ്ട് ആർട്ടിക്കിൾ യൂസ് ചെയ്യാം കേട്ടോ, ആൻഡ് ദ. അതായത് അത് നമ്മുടെ സിറ്റുവേഷനെ ബേസ് ചെയ്തിരിക്കും കേട്ടോ. അപ്പൊ നിങ്ങളൊരു പർട്ടിക്കുലർ ഒരു സ്ഥലത്താണ് താമസിക്കുന്നെങ്കിൽ നിങ്ങൾ വീടിന്റെ അടുത്തൊരു സ്ഥലമാണ്, അവിടെയാണല്ലേ വീടിന്റെ അടുത്ത് ഒരു പാർക്കേ ഉള്ളൂ എന്ന് വിചാരിക്കാം. ആ ചുറ്റുപാടിൽ ഒരു പാർക്കേ ഉള്ളൂ എന്ന് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാം. പക്ഷെ അതിൽ കൂടുതലുണ്ടെങ്കിൽ നമുക്ക് യൂസ് ചെയ്യണം. ഏത് ഒരെണ്ണത്തിലേ നമുക്ക് പോകുള്ളൂ, യൂസ് ചെയ്യണം. അപ്പൊ സിറ്റുവേഷൻ ബേസ് ചെയ്തിരിക്കും. ക്ലിയർ ആണോ? ഇത്രയേ ഉള്ളൂ. ഇതാണ് ആർട്ടിക്കിൾ എന്ന് പറയുന്നത്. സിമ്പിൾ അല്ലേ? അവിടെ ഏതാ മിസ്സേ കൂടുതൽ ചേർക്കാം? എ ആണോ ഇതാണോ വരിക? ഇതാ പാർക്കാണോ? ആണെന്ന് വെച്ചാല് രണ്ടും വരാം. ഞാൻ പറഞ്ഞല്ലോ, സിറ്റുവേഷൻ ബേസ് ചെയ്തിരിക്കും. പാർക്കിന്റെ പേര് പറയുകയാണെങ്കിൽ യൂസ് ചെയ്യാം. പറയുമ്പോഴാണ് കൂടുതൽ പറയാനായിട്ട് കൂടുതൽ സുഖം ദാ പറയുമ്പോഴാന്ന് തോന്നുന്നു. സുഖം നോക്കിയിരുന്നാൽ ഗ്രാമർ മിസ്റ്റേക്ക് വരും. കുഴപ്പമൊന്നുമില്ല, ഇപ്പൊ എന്ത് പറഞ്ഞാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഇപ്പൊ ഇങ്ങനെ നമുക്ക് തോന്നുമ്പോ നമ്മൾ കോൺവെക്കേഷൻ ഇടയിലാണെങ്കിൽ ഇതൊന്നും പിന്നെ ഒരു കാര്യം കേട്ടോ, ഇതൊന്നും വലിയ നമ്മൾ സംസാരിക്കുന്ന ഇടയിലാണെങ്കിൽ ഇതൊന്നും വലിയ മിസ്റ്റേക്ക് ആയിട്ടൊന്നും ആർക്കും ഫീൽ ചെയ്യില്ല. അതൊരു കാര്യം. കമ്മ്യൂണിക്കേഷൻ ആണ് ഉദ്ദേശിക്കുന്നെങ്കിൽ ഇതൊന്നും മിസ്റ്റേക്കേ അല്ല. ഓക്കെ, നമ്മൾ ലിറ്ററസി നോക്കുമ്പോഴാണ് ചില ചില കുറെ മിസ്റ്റേക്സ് വരാം, ഗ്രാമർ മിസ്റ്റേക്സ് വരാം. അല്ലാതെ ഇപ്പൊ നിങ്ങൾ ഒരു എക്സാമിന് പോയിട്ട് വിവേന്റെ പാർക്ക് എന്ന് പറഞ്ഞാൽ അവർക്കറിയോ നിങ്ങളുടെ സ്ഥലത്ത് എത്രയോ പാർക്ക് ഉണ്ട് എന്ന് അവർക്കറിയോ? ഇല്ല. അപ്പൊ അവിടെ ദായോ എന്തോ നിശ്ചിത യൂസ് ചെയ്യാവുന്നതാണ്. അത്രയേ ഉള്ളൂ. സംഭവം കാര്യം മനസ്സിലായല്ലോ. എങ്ങനെയാണ് ദ ആൻഡ്
ഡിഫിനൈറ്റ് ആൻഡ് ഡിഫിനൈറ്റ് ആർട്ടിക്കിൾ എങ്ങനെയാണ് എവിടെയൊക്കെയാണ് യൂസ് ചെയ്യേണ്ടത് മനസ്സിലായല്ലോ. അത് മാത്രം മനസ്സിലാക്കിയിരുന്നാൽ മതി. ബാക്കിയൊക്കെ യൂസ് ചെയ്യുമ്പോൾ എനിക്ക് വലിയ മിസ്റ്റേക്സ് ആണെന്ന് തോന്നുന്നു ഇങ്ങനത്തെ കാര്യങ്ങൾ കേട്ടോ. പക്ഷേ നിങ്ങളുടെ എക്സസൈസ് നോക്കിയേ, ഇതൊക്കെ വരുമ്പോൾ കറക്റ്റ് ആയിട്ട് തന്നെ യൂസ് ചെയ്യാൻ, അല്ലെങ്കിൽ മിസ്റ്റേക്ക് ആണ്. ഓക്കെ, ഒന്ന് പറഞ്ഞേ, ആൻസർ പറഞ്ഞു നോക്കി. ഫസ്റ്റ് എക്സസൈസ് ഫസ്റ്റ് നോക്കി. എന്തൊന്നും ഉണ്ടാകെ. An American citizen. An American, American citizen. പിന്നെ an ultimum. The No. ultimatum ആണ്. അല്ലേ മിസ്സേ? അല്ലേ മിസ്സേ? എ ഓർ ആൻ യൂസ് ചെയ്യാനല്ലേ മാം പറഞ്ഞിരുന്നത്? എയും ആനും ആണല്ലേ? ഓ ഓക്കെ ഓക്കെ. അത് അപ്പൊ ചിമീച്ചോ. ഏതായിരിക്കും? An ultimate. ആൻ. അത് ചിമീച്ച മീനിങ് എന്താണ്? ശാസ്ത്രം എന്നൊക്കെ പറയുമല്ലോ. അവിടെ സൗണ്ട് നോക്കുമ്പോ ആ അല്ലേ പറയുന്നത്, ആ അല്ലേ പറയണ, അപ്പൊ ആൻ അല്ലേ? അത് ചിമീച്ച. Yellow, yellow, yellow color love. A yellow colored log. കളറിനും ആനാണ് വരെ മിസ്സേ. യെല്ലോ യെല്ലോ കളർ അല്ലേ? A അല്ലേ മിസ് വരാം. A yellow. യെല്ലോ കളർ. ഓക്കെ, എ ആണോ ആൻ ആണോ? A ആണ് വരെ. യെല്ലോ കളേർഡ്. ഉച്ചാരണം അല്ലേ മിസ്സേ? യെല്ലോ യെല്ലോ. എ ആണ്. ആൻ യെല്ലോ വരോ? അല്ല, An yellow ഒന്നും വരില്ലല്ലോ. A An yellow. yellow അല്ലേ വരാം. Color love. Correct. Universal fact. an universal fact. ആൻ യൂണിവേഴ്സൽ ഫാക്ട്. എ യൂണിവേഴ്സൽ A അല്ലേ? universal fact. യൂണിവേഴ്സൽ ഫാക്ട്. A universal. Yeah, just wait a second. Yeah, okay. Universal fact എന്താ വരാ? യൂണിവേഴ്സൽ ഫാക്ട് ആണ് കേട്ടോ. അത് യു വവൽ ആണ്, യു ആണ് എന്ന് വിചാരിച്ചിട്ട് കാര്യമില്ല. നമ്മൾ അത് സൗണ്ട് നോക്കുകയാണെങ്കിൽ അങ്ങനെ യൂണിവേഴ്സൽ ഫാക്ട്. ബികോം എ ബി കോം. BCom degree. ബികോം ഹിസ്റ്റോറിക്കൽ സ്റ്റോറി. എ Historical story. Historical story. One-sided argument. And one-sided argument. A അല്ലേ? A one-sided argument.
Okay, accessory, accessory, accessory unit. An An X-ray unit. X-ray unit. An X-ray unit. An X-ray unit. A അല്ലേ പറയും. A X-ray unit. An ആണ് ട്ടോ. young boy. A young A young boy. boy. A young boy. A young A boy. young A young boy. Young boy. Yes, correct. Ugly beggar. Ugly. An ugly beggar. An ugly beggar. ugly beggar. Ugly beggar. Yeah, correct. Next up. Belgium is An European country. A European country. A യൂറോപ്യൻ answer. A അവിടെ European. എപ്പോഴും European. yeah, honorary president. Honorary president. A cow. A honorary. An honorary. An honorary. H അവിടെ പ്രൊണൗൺസ് ചെയ്യുന്നില്ല. O ആണല്ലേ? An ആണ് ട്ടോ. Then cow gives A cow gives us the milk. A cow gives us an milk. cow gives അതെന്ത് verb? Okay, we have just received An information. An information. കൗ ഗീസസ് എന്താ ഇതുണ്ടെന്ന് എയും ഏനും ആണല്ലോ ഉപയോഗിക്കാൻ പറഞ്ഞിരിക്കണേ. A അല്ലേ? എ കൗ ഗീസസ് പിന്നെ മിൽക്കിന് മുന്നിൽ ഒന്നും നിൽക്കണ്ടല്ലോ. cow gives us പറയും. രണ്ടും മിൽക്കിന് മുന്നിൽ ഒന്നും വെക്കണ്ടല്ലോ. third one we have. ആ തേർഡ് ക്വസ്റ്റ്യൻ തെറ്റിക്കാൻ അവിടെ എന്താ വരിക? കൗ ഗിവ് അസ് ഡാഷ് മിൽക്ക് അവിടെ എന്താ പേഡ് ചെയ്യാ? നിങ്ങളൊന്ന് ആലോചിച്ചു മിൽക്ക് ആൻഡ് മിൽക്ക് എന്നൊക്കെ നമ്മൾ പറയും. ഇല്ല രണ്ടേ മിൽക്ക് മാത്രം വെച്ചാൽ മതി. എന്നല്ലേ പറയുള്ളൂ. അതെ അത് വേണ്ട. ആ ക്വസ്റ്റ്യൻ വിട്ടുകളെ. എന്തിനാ വെറുതെ? ഏതോ ഇംഗ്ലീഷ് അറിയാത്തവരുണ്ടാക്കിയ PDF ആണ്. സോ എക്സസൈസ് അവിടെ നിൽക്കട്ടെ കേട്ടോ. ചെയ്യാതിരിക്കാൻ വേണ്ടി. ഓക്കെ, നിങ്ങൾക്ക് കാര്യം മനസ്സിലാവുന്നുണ്ടല്ലോ? ഇങ്ങനെയൊക്കെയാണ് യൂസ് ചെയ്യുക. സൗണ്ടിനെ ബേസ് ചെയ്തിട്ട് യൂസ് ചെയ്യാം. നന്നായിട്ട് റെഫർ ചെയ്യണം കേട്ടോ. ആർട്ടിക്കിൾ എന്താണ് എന്നൊക്കെ റെഫർ ചെയ്യുക. മാക്സിമം നന്നായിട്ട് പഠിക്കുക. ഓക്കെ, നിങ്ങൾ നിങ്ങളുടേതായ രീതിയിൽ പഠിക്കാൻ നോക്കുക. ഒരുപാട് കാര്യങ്ങൾ. പിന്നെ ഒരു കാര്യമുണ്ട്, എനിക്ക് ഈ മാസം എന്റെ പോർഷൻസ് ഒന്ന് കംപ്ലീറ്റ് ആക്കണം. അതുകൊണ്ട് പെട്ടെന്ന് ഒന്ന് എല്ലാവരും കോപ്പറേറ്റ് ചെയ്യുക. അല്ലെങ്കിൽ ബുദ്ധിമുട്ടായിട്ട് പോകും. ഒന്നും നമ്മുടെ കഴിയില്ല. കോൺഗേർഡ് ഉണ്ട് കേട്ടോ. കോൺഗേർഡ് എന്ന് പറയുന്നതേ ആർട്ടിക്കിൾ ഓക്കെ ക്ലിയർ ആണല്ലോ? ഇവിടെ വെച്ച് നിർത്താം നമുക്ക് കേട്ടോ. എക്സസൈസ് എന്തോ ആർട്ടിക്കിൾ ക്ലിയർ ആണ് മിസ്സേ. ക്ലിയർ ആണോ? സമാധാനം. ഓക്കെ, അപ്പൊ അത് ക്ലിയർ ആണ്. ഓക്കെ, നെക്സ്റ്റ് കോൺഗേർഡ്. ഇതൊന്ന് ശ്രദ്ധിക്കണം കേട്ടോ. കോൺഗേർഡ് എന്ന് പറയുന്നത് സബ്ജക്റ്റ് വേർബിന്റെ ഒരു എഗ്രിമെന്റ് ആണ് കോൺഗേർഡ് എന്ന് പറയുന്നത്. ഓക്കെ, അതും പറയും സിമ്പിൾ ആണ്. ശ്രദ്ധിച്ചിരുന്നാൽ ക്ലിയർ ആണ്. എക്സ്ട്രാ നോട്ട് ഞാൻ ഇതിന് തരാം. ഓക്കെ, ഇവിടെ പറയുന്നത് നമ്മൾ നേരത്തെ ടെൻസ് പഠിച്ച കാര്യങ്ങൾ തന്നെയാണ് ഇവിടെ പറയുന്നത്. ഓക്കെ, ഇത് ഇപ്പോ കണ്ടോ 1 2 3 4 5 എന്നൊക്കെ നമ്പേഴ്സ് കണ്ടോ? ഇതൊക്കെ റൂൾസ് ആണ്. കോൺഗേർഡിന്റെ റൂൾസ് ആണ്. ഈ റൂൾസ് പഠിക്കണം. റൂൾസ് എത്ര നോക്കൂ? 24. ഇത്രയും റൂൾസ് ഉണ്ട്. ഓക്കെ, സോ കാണുമ്പോ പഠിക്കണ്ട. നമുക്ക് സിമ്പിൾ ആയിട്ട് പെട്ടെന്ന് തന്നെ പഠിക്കാൻ നോക്കാം. പക്ഷെ ഇന്നത്തെ ക്ലാസ് കൊണ്ട് തീരില്ല. സ്റ്റാർട്ട് ചെയ്ത് വെക്കാം നമുക്ക്. ഓക്കെ, ഇവിടെ ഫസ്റ്റ് നമ്മള് ടെൻസ് പഠിച്ചില്ലേ? ടെൻസ് പഠിപ്പിച്ചപ്പോ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ എന്തൊക്കെയാണ്? സിംഗുലർ സബ്ജക്റ്റിന്റെ കൂടെ നമ്മൾ സിംഗുലർ വേർബ് യൂസ് ചെയ്യണം. പ്ലൂറൽ സബ്ജക്റ്റിന്റെ കൂടെ നമ്മൾ പ്ലൂറൽ വേർബ് യൂസ് ചെയ്യണം. ഇതൊക്കെ നമ്മൾ പറഞ്ഞതല്ലേ? ഇതൊക്കെ അറിയാവുന്ന കാര്യങ്ങളാണ്. ഇതൊക്കെ തന്നെയാണ് കോൺഗേർഡിലും പറയുന്നത് കേട്ടോ. വേർബിന്റെ കാര്യം വരുമ്പോ ഓക്കെ, സിംഗുലർ ആകണമെങ്കിൽ എസ് ആഡ് ചെയ്യണം അല്ലെ?
പ്ലൂറൽ വേർബിനെ എസ് ആഡ് ചെയ്താൽ മാത്രമാണ് അത് സിംഗുലർ വേർബ് ആവുള്ളൂ. ക്ലിയർ? ഇതൊക്കെ അറിയാലോ? ആദ്യം മുതൽ ഞാൻ പറയണോ? ക്ലിയർ ആണോ? മറന്നു നിങ്ങള്? മറന്നിട്ടൊന്നുമില്ല. അറിഞ്ഞിട്ടില്ല? മറക്കല്ലേട്ടോ, അതൊക്കെ ആവശ്യം വരും. ഓക്കെ, അപ്പോ വെർബിന്റെ കാര്യമാണെങ്കിൽ റൈറ്റ് ഒരു വേർബാണ് അല്ലെ? റൈറ്റ് എന്ന് പറയുന്ന വേർബ് പ്ലൂറൽ ആണ്. പ്ലൂറൽ വേർബിനെ നമ്മൾ സിംഗുലർ ആക്കണമെങ്കിൽ റൈറ്റിന്റെ കൂടെ ഒരു എസ് ആഡ് ചെയ്യണം അല്ലെ? റൈറ്റ്സ് ആണെങ്കിലാണ് അത് സിംഗുലർ ആകുക. പക്ഷെ നൗൺ എടുക്കുകയാണെങ്കിലോ, നൗൺ എന്ന് പറയുമ്പോ ഒരു നെയിം ആണ്. ബോയ് എന്ന് പറയുന്നത് സിംഗുലർ ആണ്. മനസ്സിലായോ? ബോയ് എന്ന് പറയുന്നത് സിംഗുലർ ആണ്. നൗണിന്റെ കാര്യത്തിൽ നൗണിനെ പ്ലൂറലൈസ് ചെയ്യാനാണ് നമ്മൾ എസ് ആഡ് ചെയ്യേണ്ടത്. എസ് ഓർ ഇ എസ് ഓർ ഐ എസ് അല്ലെ? അത് നൗണിന്റെ കാര്യത്തിൽ മനസ്സിലാവുന്നുണ്ടോ? ശ്രദ്ധിച്ചിരിക്കയോ? നൗണിന്റെ കാര്യത്തിൽ നൗണിനെ സിംഗുലർ നൗണിനെ പ്ലൂറൽ ആക്കാനാണ് നമ്മൾ എസ് അല്ലെങ്കിൽ ഐ എസ് ഇ എസ് ഒക്കെ ആഡ് ചെയ്ത് പോകുന്നത്. പക്ഷേ വെർബിന്റെ കാര്യത്തിൽ നേരെ തിരിച്ചാണ്. പ്ലൂറൽ വേർബിനെ സിംഗുലർ ആക്കാനാണ് നമ്മൾ എസ് ആഡ് ചെയ്യേണ്ടത്. ക്ലിയർ? കൺഫ്യൂഷൻ ആയോ? നോട്ട്ബുക്ക് ക്ലിയർ ആണ് വെച്ചാൽ ഞങ്ങള് പഠിച്ചതല്ലേ. ക്ലിയർ ആണല്ലോ? നിങ്ങൾ ക്ലിയർ ആണെന്ന് പറഞ്ഞാൽ മാത്രമേ എനിക്ക് പോകാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ നിങ്ങൾ മിണ്ടാതിരിക്കുമ്പോൾ എനിക്ക് മനസ്സിലായില്ലേ എന്നൊക്കെ വിചാരിക്കും. ക്ലിയർ ആണോ? ഷുവർ? പഠിച്ചിട്ടുണ്ടല്ലോ. എടുത്തിട്ടുണ്ട്. ടെൻസ് പഠിച്ചപ്പോ നമ്മൾ ഇത്ത കാര്യമാണ്. ക്ലിയർ ആണല്ലോ? ഒരു ഡൗട്ട് ഇല്ലല്ലോ? ഷുവർ അല്ലേ? ഓക്കെ. അപ്പൊ അതൊരു റൂളാണ് കേട്ടോ. റൂൾ നമ്പർ 1. ഒന്ന് വെയിറ്റ് ചെയ്യും, ഞാൻ എന്റെ നോട്ട് കോൺകഡില് നമ്മൾ ഒരുപാട് റൂൾസ് പഠിക്കുന്നുണ്ട്. ആ റൂൾസ് ആണ് ഇതിൽ മെയിൻ വരുന്നത്. ഓക്കെ, ഞാൻ നോട്ട് ഒന്ന് നോക്കി ഷെയർ ചെയ്ത് തരാം. മനസ്സിലാവും. ഓക്കെ, നോട്ടാണ്. ഇതിൽ ഫസ്റ്റ് റൂൾ എന്ന് പറയുന്നത് സിംഗുലർ. കണ്ടോ? സബ്ജക്റ്റ് സിംഗുലർ, വെർബ് മസ്റ്റ് ബി സിംഗുലർ. സബ്ജക്റ്റ് സിംഗുലർ ആണെങ്കിൽ വെർബ് എന്താണ്? സിംഗുലർ ആയിരിക്കും. അറിയാം. ഹി ഗോസ്, ഷി ഗോസ്, ഷി കംസ്, ഹി കംസ് ഇതൊക്കെ എന്താണ്? സബ്ജക്റ്റിനെ ബേസ് ചെയ്തിട്ടാണ് വെർബ് നമ്മൾ എഴുതിയിരിക്കുന്നത്. അതുപോലെ തന്നെയാണ് സബ്ജക്ട് ഈസ് പ്ലൂറൽ, വെർബ് മസ്റ്റ് ബി പ്ലൂറൽ. സബ്ജക്ട് പ്ലൂറൽ ആണെങ്കിൽ വെർബ് പ്ലൂറൽ ആയിരിക്കണം. they come, they go, you go, we go അറിയാലോ? we write, we play അറിയാവുന്നതാണ്. അത് റൂൾ നമ്പർ 1. ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. ക്ലിയർ ആണ്, വിശ്വസിക്കേണ്ടതില്ല. ക്ലിയർ ആണ്. ഇത് തന്നെയായിരിക്കും നിങ്ങളുടെ നോട്ട് ടെക്സ്റ്റിലും ഉള്ളത് എന്നാണ് എന്റെ ഒരു വിശ്വാസം. മാംഗോസ് കറക്റ്റ് ആണ്. ഫസ്റ്റ് റൂൾ നമ്പർ ഫസ്റ്റ് അതാണ് കേട്ടോ. ടെക്സ്റ്റ് ആയിട്ട് കമ്പയർ ചെയ്ത് പഠിക്കുകയാണെങ്കിൽ കറക്റ്റ് ആണ്. റൂൾ നമ്പർ ഫസ്റ്റ് എന്ന് പറയുന്നത് സിംഗുലർ സബ്ജക്റ്റിന്റെ കൂടെ സിംഗുലർ വേർബും പ്ലൂറൽ സബ്ജക്റ്റിന്റെ കൂടെ പ്ലൂറൽ വേർബാണ് യൂസ് ചെയ്യേണ്ടത്. ഓക്കെ, നോട്ട് എഴുതി കേട്ടോ. കോൺകർഡ് എന്ന് എഴുതാം. നോട്ട് എഴുതി പോകാം. കൂടെ എഴുതി പോകുന്നതാണ് നല്ലത്. കോൺകർഡ് എന്ന് ഹെഡിങ് കൊടുക്കാം. എന്നിട്ട് കോൺകർഡ് എന്താണെന്ന് എഴുതാം. കോൺകർഡ് ഈസ് the agreement of verb and subject, which means verb and subject. അത് വേണ്ട. നിങ്ങൾ ടെക്സ്റ്റിൽ ഉണ്ടല്ലോ ഡെഫിനിഷൻ എഴുതണ്ട, നിങ്ങൾ റൂൾ എഴുതിക്കോളൂ. റൂൾ എഴുതാം. റൂൾ നമ്പർ 1 എന്താണ്? സബ്ജക്ട് സിംഗുലർ സബ്ജക്ട് ആണെങ്കിൽ നമ്മൾ സിംഗുലർ വേർബ് യൂസ് ചെയ്യണം. പ്ലൂറൽ സബ്ജക്ട് ആണെങ്കിൽ പ്ലൂറൽ വേർബ് യൂസ് ചെയ്യണം. If the subject is singular, verb must be singular. ഇങ്ങനെ എഴുതാം. Okay. If the subject is singular, a verb must be singular. If the subject is plural, verb must be plural. എന്ന് എഴുതാം. എന്നിട്ട് എക്സാമ്പിൾ എഴുതാം കേട്ടോ.
ഓക്കെ, എഴുതിയോ? എഴുതി കഴിയുമ്പോ ഒന്ന് പറയണേ. കഴിഞ്ഞോ? സെന്റൻസ് ആയിട്ട് എഴുതിയില്ലെങ്കിൽ കുഴപ്പമില്ല കേട്ടോ, നിങ്ങൾക്ക് മനസ്സിലാവണം. റൂൾ നമ്പർ 1 എന്താണ് അവിടെ ഉദ്ദേശിക്കുന്നത് മനസ്സിലാക്കിയാൽ മാത്രം മതി കേട്ടോ. സിംഗുലർ സബ്ജക്റ്റ് കൂടെ സിംഗുലർ വെർബ് യൂസ് ചെയ്യാം, പ്ലൂറൽ സബ്ജക്റ്റ് കൂടെ പ്ലൂറൽ വെർബ് യൂസ് ചെയ്യാം. ദാറ്റ്സ് ഓൾ. അതാണ് റൂൾ നമ്പർ 1. നെക്സ്റ്റ് റൂൾ നമ്പർ 2 എഴുതാം. എഴുതി കഴിഞ്ഞെങ്കിൽ റൂൾ നമ്പർ 2 എഴുതാം. കഴിഞ്ഞോ? പെട്ടെന്ന് എഴുതാൻ നോക്കൂട്ടോ, ഒട്ടും സമയമില്ല. നെക്സ്റ്റ് റൂൾ നമ്പർ 2 എന്ന് പറയുന്നത് സബ്ജക്റ്റിന്റെ കൂടെ യൂസ് ചെയ്യുന്ന ഓക്സിലറീസ് ആണ്. ഓക്കെ, പറയുന്നത് verb has the verb has different forms. ഇതൊന്നും അങ്ങനെ പറഞ്ഞാൽ കുഴപ്പമില്ല. ഇങ്ങനെ എഴുതും നിങ്ങള്. ഓക്സിലറീസ് ആണ് ഇവിടെ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. കണ്ടോ, ഐയുടെ കൂടെ ആം യൂസ് ചെയ്യണം, ഹീയുടെ കൂടെ ഈസ് യൂസ് ചെയ്യണം എന്നൊക്കെയാണ് കേട്ടോ. അത് എഴുതിക്കോളൂ. ഐയുടെ കൂടെ ആം, വാസ് ഒക്കെയാണ് യൂസ് ചെയ്യാം. ഐയുടെ കൂടെ ആം, വാസ്. Then സിംഗുലർ സബ്ജക്റ്റ് ആയ he she it, he she it യുടെ കൂടെ is and was. സിംഗുലർ സബ്ജക്റ്റ് ആയ he she it ന്റെ കൂടെ is and was ആണ് യൂസ് ചെയ്യാം. അതുപോലെ തന്നെ അടുത്തത് you, we, they. you, we, they യുടെ കൂടെ നമ്മൾ യൂസ് ചെയ്യുന്നത് are and where. ഓക്കെ, ഇനി ഇവിടെ വരുന്നത് എന്തെങ്കിലും നെയിം ആയിക്കോട്ടെ. ഇപ്പൊ നെയിം ആയിക്കോട്ടെ. ഇപ്പൊ നമുക്ക് എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ അത് പ്ലൂറൽ ആവില്ലേ? പ്ലൂറൽ നൗൺസ് വരുമ്പോൾ നമ്മൾ ആർ യൂസ് ചെയ്യുന്നു. സിംഗുലർ നൗൺസ് വരുമ്പോൾ നമ്മൾ അവിടെ ഈസ് യൂസ് ചെയ്യുന്നു. അത് ടെൻസിനെ ബേസ് ചെയ്തിട്ടാണ് കേട്ടോ. അങ്ങനെ എഴുതിക്കോളൂ വേണമെങ്കിൽ. ടെൻസിനെ ബേസ് ചെയ്തിട്ടാണെങ്കിൽ സിംഗുലർ നൗൺ ആണെങ്കിൽ, നൗൺ ആണ് കേട്ടോ, അല്ല ഇവിടെ പറയുന്നത് നൗൺ ആണ്. സിംഗുലർ സബ്ജക്റ്റും നൗണും. നമ്മളിപ്പോ സബ്ജക്റ്റ് ആണ് നമ്മൾ നേരത്തെ പറഞ്ഞത് ആം, വാസ് ഒക്കെ യൂസ് ചെയ്യണം. നൗണിന്റെ കേസിൽ വരാണെങ്കിൽ സിംഗുലർ നൗൺ ആണെങ്കിൽ നമ്മൾ ഈസ് യൂസ് ചെയ്യാം ആൻഡ് വാസ് യൂസ് ചെയ്യാം. പ്ലൂറൽ നൗൺ ആണെങ്കിൽ സെയിം തന്നെയാണ്. ആർ യൂസ് ചെയ്യാം, വേറെ യൂസ് ചെയ്യാം. നേരത്തെ പറഞ്ഞ സബ്ജക്ട് വൈസും ഇതിപ്പോ പറയുന്നത് നൗൺ വൈസ് ആണ്. രണ്ടും ക്ലിയർ ആയോ? ഞാൻ പറഞ്ഞപ്പോ ഡോഗ് എടുക്കുകയാണെങ്കിൽ this dog is dangerous, very dangerous എന്ന് പറയാം. യൂസ് ചെയ്തത് ഒരു ഡോഗ് ആണ്, ഡോഗ് അല്ലെ? സിംഗുലർ നൗൺ ആണ് ഡോഗ് എന്ന് പറയാം. പ്ലൂറൽ ആണെങ്കിലോ the dogs are very dangerous. ഒരുപാട് ഡോഗ്സ് ഉണ്ട്. It's a plural noun, so we use are. Okay, in present tense. Past tense ആണെങ്കിൽ we can use there, where or was. Okay, clear? ക്ലിയർ അല്ലേ? ഇതാണ് റൂൾ നമ്പർ 2. ഇനി റൂൾ നമ്പർ 3. റൂൾ നമ്പർ 3 എഴുതാം. റൂൾ നമ്പർ 3. ഇപ്പൊ നമ്മള് ആൻഡ് വെച്ച് യൂസ് ചെയ്യല്ലേ. ഇപ്പൊ ഇവിടെ എക്സാമ്പിൾ നോക്കി. ശരത് ആൻഡ് സംഗീത് ആർ മൈ ഫ്രണ്ട്സ്. ശരത്തും സംഗീതും എന്റെ ഫ്രണ്ട്സ് ആണ്. ശരത് ആൻഡ് ഒരു ആൻഡ് വന്നു. ആൻഡ് വന്നപ്പോ അത് എന്തായി? പ്ലൂറൽ ആയിട്ട് മാറി അല്ലെ? ശരത് ആൻഡ് സംഗീത് രണ്ടും രണ്ട് ആൾക്കാരാണ്. സോ പ്ലൂറൽ ആണ് വരാ അല്ലെ? അവിടെ നമ്മൾ യൂസ് ചെയ്ത ഓക്സിലറി പ്ലൂറൽ ഓക്സിലറി ആണ്, ആർ ആണ് അല്ലെ? ഓക്കെ,
Clear? അതുപോലെ തന്നെയാണ് my wife and her brother live in കർണാടക. രണ്ടും രണ്ടാൾക്കാരാണ്. പ്ലൂറൽ നൗൺസ് ആണ് അവിടെ യൂസ് ചെയ്തത്. അപ്പോ എപ്പോഴും യൂസ് ചെയ്ത വേർബ് എന്തായിട്ട് മാറി? പ്ലൂറൽ വേർബ് ആയിട്ട് മാറി. ലിവ് എന്ന് പറയുന്നത് പ്ലൂറൽ വേർബ് ആണ് അല്ലെ? ഓക്കെ. അപ്പൊ ആൻഡ് വരുമ്പോ അതെന്താണ്? പ്ലൂറലായിട്ട് മാറും. ഓക്കെ. ശരത് ആൻഡ് മീ ആൾ എന്ന് പറയും. രണ്ടാൾക്കാരാണ്. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ അത് എക്സാമ്പിൾ എഴുതിക്കോളൂ. റൂൾ നമ്പർ 3. Sharath and Sunny are friends. രണ്ടും രണ്ട് persons ആണ്. So we use their the auxiliary are considered as a plural noun. Okay. Then the cat and dog are domestic animals. The cat എന്ന് പറഞ്ഞില്ല കേട്ടോ. The cats എന്നല്ല പറഞ്ഞ cat and dog. രണ്ടും രണ്ടാണ്. ഓക്കെ. സോ നമ്മൾ അവിടെ എന്ത് യൂസ് ചെയ്തു? ആർ യൂസ് ചെയ്തു. Tom and Tina are, കണ്ടോ? Tom and Tina are ഇവിടെ with if the two singular subjects connect with and verb must be plural. മനസ്സിലായോ? രണ്ട് സിംഗുലർ സബ്ജക്ട് കണക്ട് ചെയ്യുമ്പോൾ വെർബ് എന്തായിട്ട് മാറും? പ്ലൂറൽ ആയിട്ട് മാറും. രണ്ട് സിംഗുലർ സബ്ജക്ട് കണക്ട് ചെയ്യുമ്പോൾ അത് ഓൾറെഡി പ്ലൂറൽ ആയിട്ട് മാറുന്നു. അതാണ് റൂൾ നമ്പർ 3 പറയുന്നത്. അത്രയേ ഉള്ളൂ. ഇപ്പോ ടോം എന്ന് പറയുന്നത് സിംഗുലർ ആണ്, ടീന എന്ന് പറയുന്നത് സിംഗുലർ ആണ്. അവർ രണ്ടുപേരും കൂടെ ചേരുമ്പോ ആൻഡ് വെച്ച് ചേരുമ്പോ നമ്മൾ യൂസ് ചെയ്യുമ്പോ എന്താണ്? ആർ എന്ന് പറയുന്ന ഓക്സിലറീസ് വെച്ചിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുക. അതിനപ്പുറം വെർബ് വന്നാലും അത് പ്ലൂറൽ വെർബ് ആയിട്ട് ഇരിക്കും. ഓക്സിലറി വന്നാലും വെർബ് വന്നാലും പ്ലൂറൽ ആയിരിക്കും. ക്ലിയർ അല്ലേ? കൺഫ്യൂഷൻ ആയോ? വലിയ ക്ലിയർ ആയോ? എന്താണ് നിങ്ങളുടെ ഇപ്പോഴത്തെ അവസ്ഥ? എന്താണ് മനസ്സിലാവുന്നുണ്ടോ? സൈലന്റ് ആയതുകൊണ്ട് ചോദിച്ചാലോ? മനസ്സിലാവുന്നുണ്ടോ? ക്ലിയർ ആണോ? ക്ലിയർ ആണ്. എല്ലാവരും ക്ലിയർ അല്ലേ? ഡൗട്ടുണ്ടെങ്കിൽ ചോദിക്കാം. റോൾ നമ്പർ 3. റോൾ നമ്പർ 3 കംപ്ലീറ്റഡ് ആണ്. നെക്സ്റ്റ് റോൾ നമ്പർ 3 തന്നെയുള്ളതാണ്. ഇവര് ടെക്സ്റ്റിൽ അങ്ങനെയാണ് കൊടുത്തിരിക്കുന്നത്. 3 തന്നെയാണ്. നമ്മളിപ്പോ പറഞ്ഞത് രണ്ട് സിംഗുലർ സബ്ജക്ട് കൂടുമ്പോൾ പ്ലൂറൽ ആകുമെന്ന് പറഞ്ഞു അല്ലെ? സോ ചില സന്ദർഭം ചില കാര്യങ്ങളിൽ അത് സിംഗുലർ ആയിട്ട് തന്നെ വരും. അതായത് ഇപ്പോ when two nouns in the subject part combined by the suggested one idea. അതായത് രണ്ട് സിംഗുലർ സബ്ജക്ട് കൂടി ചേരുമ്പോൾ, സബ്ജക്ട് അല്ല സിംഗുലർ നൗൺ കൂടി ചേരുകയാണെങ്കിൽ അത് നമുക്ക് കിട്ടുന്ന ഐഡിയ ഒന്നായിരിക്കും. മനസ്സിലായോ? രണ്ട് കാര്യങ്ങൾ കൂടി ഒന്നിച്ച് ചേരുമ്പോ നമുക്ക് കിട്ടുന്ന ഐഡിയ ഒരൊറ്റ ഐഡിയ ആയിരിക്കും. അതെന്തായി മാറും? സിംഗുലർ ആയിട്ട് മാറും. ബ്രെഡ് ആൻഡ് ബട്ടർ എന്ന് പറയുന്ന രണ്ടും രണ്ട് സാധനം ആണെങ്കിലും കിട്ടുന്ന ഐഡിയ എന്താണ്? ഒന്നല്ലേ? ബ്രെഡ് ആൻഡ് ജാം ഇത് രണ്ടും ഒന്നല്ലേ? ഐഡിയ വരുമ്പോ ഒന്നല്ലേ കിട്ടാം? മനസ്സിലാവുന്നുണ്ടോ? രണ്ടും രണ്ട് സാധനം ആണെങ്കിൽ പോലും ഐഡിയ വരുമ്പോ ഒന്നാണ്. ബ്രെഡ് ആൻഡ് ബട്ടർ, ബ്രാൻഡി ആൻഡ് സോഡ എക്സാമ്പിൾ ആണേ. മനസ്സിലായോ? ഐഡിയ ഒന്നല്ലേ? ഇത് രണ്ടും യൂസ് ചെയ്യുന്ന ഒരുമിച്ചല്ലേ? അങ്ങനെ ചിന്തിക്കുന്നാല്. ഓക്കെ, ക്ലിയർ? ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫോട്ടോ കണ്ടോ? ബ്ലാക്ക് ആൻഡ് വൈറ്റ് കിട്ടുന്ന ഐഡിയ ഒന്നാണ്. ബ്ലാക്കും വൈറ്റും രണ്ടാണെങ്കിലും കിട്ടുന്ന ഐഡിയ ഒന്നാണ്. ബ്ലാക്ക് ആൻഡ് വൈറ്റ് എന്ന് പറയുമ്പോൾ ഒരു ഫോട്ടോയാണ് അല്ലെ? ക്ലിയർ? എന്താണ് മിണ്ടാത്തെ? ക്ലിയർ ആണോ? ആരും മിണ്ടണില്ല. ഡൗട്ട് ഉണ്ടെങ്കിൽ അത് ചോദിക്കൂ. അടുത്ത ക്ലാസ്സിൽ പറഞ്ഞു തന്നാൽ മതിയോ? ക്ലിയർ ആയിട്ട് അവസാനിപ്പിക്കാൻ നമുക്ക്. എന്നാല് ഡൗട്ട് ആയോ? എന്താണ് സംസാരിക്കുന്നത്? മതി. കൺഫ്യൂഷൻ ആവുന്നുണ്ട്. അപർണ മാം ആൻഡ് അശ്വതി മാം ആർ ടീച്ചേഴ്സ്. രണ്ടുപേരും ടീച്ചേഴ്സ് ആണ്. ഒരേ ഐഡിയ. രണ്ടുപേര് അങ്ങനെയാണോ? അത് ഒരു ഐഡിയ അല്ല. അത് രണ്ട് പേരുകളല്ലേ? അപ്പൊ അവിടെ ആർ ഉപയോഗിക്കും.
അല്ല മാം, രണ്ട് പേരാണ്, രണ്ടുപേരും ബ്രെഡ് ആൻഡ് ടീച്ചേഴ്സ് ബട്ടർ എന്ന് ആണ്. പറയുമ്പോ അങ്ങനെയല്ല. ബ്രെഡ് ആൻഡ് ബട്ടർ എന്ന് പറയുമ്പോ ഒന്നായിട്ടല്ല നമ്മൾ യൂസ് ചെയ്യാം. അതെ. അവിടെ സിംഗുലർ ആയി മാറും. രണ്ട് മറ്റേത് സാധനങ്ങൾ പ്ലൂറൽ. ചേർന്ന് ഇപ്പൊ രണ്ട് രണ്ട് ടീച്ചർമാരാ. റിസൾട്ട് കിട്ടണേനെയാണ് പറയണത്. രണ്ട് സാധനങ്ങൾ ചേർന്ന് ഒരൊറ്റ റിസൾട്ട് കിട്ടണേനെയാണ് പറയണത്. ഇപ്പൊ ഫുഡ് ഐറ്റംസിൽ നമ്മൾ ഒരു സാധനം ഉണ്ടാക്കുമ്പോ പല ഇൻഗ്രീഡിയൻസ് ചേർന്ന് ഫിനിഷ്ഡ് പ്രോഡക്റ്റ് ഒരൊറ്റ സാധനമാണ് ഉണ്ടാവുന്നത്. അതിന് അങ്ങനത്തെ സിറ്റുവേഷനെയാണ് പറയണത്. ഓക്കെ, അതിന് കുറച്ച് എക്സാമ്പിൾസ് തന്നെ ടെക്സ്റ്റ് തന്നെ ഉണ്ട് കേട്ടോ. The secretary and the treasurer of the committee is inspecting the documents next Monday. One person ആണ് അത് secretary and പഠിച്ചു വെക്കേണ്ടി treasurer. വരും. അതുപോലത്തെ പഠിച്ചു വെക്കേണ്ടി വരും അല്ലേ മിസ്സേ? അതാണ് കറക്റ്റ്, പഠിച്ചു വെക്കേണ്ടത് കേട്ടോ. അങ്ങനത്തെ കുറെ വേർഡ്സ് ഉണ്ട് നമുക്ക്, അതെല്ലാം പഠിച്ചു വെക്കുക. അതാണ് റൂൾ നമ്പർ 3. 3 അല്ലേ? 3 ആണോ? യെസ്, 3 വരുന്നത്. 3 വരുന്ന ഇത്രയും കാര്യങ്ങളാണ്. രണ്ട് സിംഗിൾ നൗൺസ് വരുമ്പോ അത് പ്ലൂറൽ ആയിട്ട് വരും. അതുപോലെ തന്നെ രണ്ട് ഇതേപോലെ തന്നെ വേർഡ്സ് വേർഡ് നൗൺ എന്തൊക്കെയായിട്ട് പറയും, നൗൺസ് തന്നെയാണ്. രണ്ട് വേർഡ്സ് വരുമ്പോൾ കിട്ടുന്ന ഒരു ഐഡിയ ആണെങ്കിൽ അത് സിംഗുലർ ആയിട്ട് വരും. ഇത് രണ്ട് റൂളാണ് നമ്മുടെ റൂൾ നമ്പർ 3 ഓക്കെ, ഇതുവരെ നമുക്ക് അവസാനിപ്പിക്കാം. റൂൾ നമ്പർ 3 വരെ നമുക്ക് അവസാനിപ്പിക്കാം. ഇനി പറയാം, ഇതുവരെ നന്നായിട്ട് നോക്കിയിട്ട് വരാം. ഓക്കെ, ക്ലിയർ? ഓക്കെ അല്ലേ? തെറ്റല്ലേ? ആർട്ടിക്കിൾ കറക്റ്റ് ആണ്, ക്ലിയർ ആണ്. ഇതും ക്ലിയർ ആണോ? ഇത് ഇവിടെ വരെയും ക്ലിയർ ആണോ? ഓക്കെ, ക്ലിയർ ആണോ? ക്ലിയർ, ഒന്നും കൂടി ക്ലിയർ ആവാണ്ട്. ക്ലിയർ ആണ്. കറക്റ്റ് ആണ്. തേർഡ് റൂളാണ് ഒരു ചെറിയ ലാസ്റ്റ് ആയിട്ട് മനസ്സിലാവണ്ടായി. ലാസ്റ്റ് അപ്പൊ ഞങ്ങളോട് റൂൾസ് പോയി കഴിഞ്ഞാൽ ഒന്നും മനസ്സിലാവില്ല. ഒരുപാട് റൂൾസ് ഉണ്ട് കേട്ടോ. അത് ഒരുപാട് റൂൾസ് ഉണ്ട്. റൂൾസ് ഒക്കെ പഠിക്കാതെ രക്ഷയില്ല കേട്ടോ. ഇത്രയും റൂൾസ് ഉണ്ട്. എന്തിന് 18 ഉള്ളൂ, പിന്നെ ടെക്സ്റ്റ് 24 അതെന്താന്ന് എനിക്കറിയില്ല, നോക്കണം. ഓക്കെ ഓക്കെ, അപ്പൊ ഇതുവരെ നമുക്ക് അവസാനിപ്പിക്കാം. നെക്സ്റ്റ് ക്ലാസ്സിൽ കുറച്ച് എക്സാമ്പിൾസ് ആയിട്ടൊക്കെ നമുക്ക് വരാം. ഓക്കെ, സോ ലെറ്റ്സ് ഫൈൻഡ് ഔട്ട് ദിസ് ക്ലാസ്. മാം ഒരു കാര്യം ചോദിച്ചോട്ടെ? ചോദിക്കും. മോഡൽ എക്സാം ഈ മാസം ഉണ്ടാവോ? ഞങ്ങൾ കുട്ടികൾക്കൊക്കെ വെക്കേഷൻ ആയതുകൊണ്ട് ഫാമിലി ടൂർ എല്ലാം പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പൊ ഈ മന്ത് എന്തായാലും ഉണ്ടാവില്ല. എന്റെ ഇംഗ്ലീഷ് കംപ്ലീറ്റ് ആയിട്ടില്ല. എനിക്ക് വേണ്ടിയാണ് അവർ വെയിറ്റ് ചെയ്യുന്നത്. ഓക്കെ മാം, അതൊന്നും അറിയണായിരുന്നു. നിങ്ങളൊന്ന് സപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഇംഗ്ലീഷ് തീർക്കാം. മാം മോഡൽ എക്സാമിന് ഇംഗ്ലീഷ് ഉണ്ട് അല്ലേ? പിന്നെ എന്താണ് പഠിച്ചതൊക്കെ പറയണ്ടേ? ഇംഗ്ലീഷ് ഉണ്ട്. 50 ക്വസ്റ്റ്യൻസ് ഉണ്ടാവും കേട്ടോ. 50 ക്വസ്റ്റ്യൻസ്. 100 മാർക്കിന്റെ മാം? 100 മാർക്കിന് 50 ക്വസ്റ്റ്യൻസ്. ഓക്കെ, അപ്പൊ നന്നായിട്ട് നോക്കാം. നമുക്ക് റിവിഷൻ ചെയ്യാനൊക്കെ ടൈം ഉണ്ടോ എന്ന് എനിക്ക് അറിയില്ല. മാക്സിമം നിങ്ങൾ തന്നെ റിവിഷൻ ചെയ്യാം. സിമ്പിൾ ആണല്ലോ, എല്ലാം സിമ്പിൾ ആണ്. ഓക്കെ, എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ചോദിക്കാം. ഇപ്പോഴേ റിവിഷൻ ചെയ്ത് പോകാം. ക്ലാസ് എടുക്കുമ്പോൾ തന്നെ എന്തെങ്കിലും ഡൗട്ട് ഒക്കെ ചോദിക്കാൻ നമുക്ക് പറഞ്ഞ് ക്ലിയർ ചെയ്ത് പോകാം കേട്ടോ. ഓക്കെ, അപ്പൊ നെക്സ്റ്റ് ക്ലാസ്സിൽ വരുമ്പോ ആക്റ്റീവായിട്ട് വരാം. ഒരുപാട് കാര്യങ്ങൾ റൂൾസ് പഠിക്കാനുണ്ട്. അപ്പൊ അതിനു വേണ്ടി തയ്യാറായിട്ട് വരാം. ഓക്കെ, സോ സൈൻ ഔട്ട് എന്ന് പറയൂ. അത് ഞാൻ പറയാം മാം. ഉണ്ട്. ലൈഫ് ഗിവ്സ് ന്യൂ ലെസൺ ഈച്ച് ഡേ, നോട്ട് ഫോർ ടേണിംഗ് ബട്ട് ഇംപ്രൂവ് അവർ അണ്ടർസ്റ്റാൻഡിങ്. ജീവിതം ഓരോ ദിവസവും നമുക്ക് പാഠങ്ങൾ നൽകുന്നത് പഠിക്കാനല്ല, മറിച്ച് നമ്മുടെ ധാരണകൾ മെച്ചപ്പെടുത്താനാണ്. താങ്ക് യു. സൈനിങ് ഔട്ട്, മുസിന. ഓക്കെ, ചാപ്റ്റർ വേഗം കംപ്ലീറ്റ് ചെയ്ത് റിവിഷൻ നടത്താനോ? ചാപ്റ്റർ കംപ്ലീറ്റ് ആവാൻ തോന്നുന്നുണ്ടോ? ഈ റൂൾസ് 24 റൂൾസ് ഞാൻ എങ്ങനെയാ പഠിപ്പിക്കാം? എനിക്കെങ്ങനെ കഴിയും? ഞങ്ങൾക്ക് ഇമ്പോർട്ടന്റ് ആയത് മാത്രം ടീച്ചർ എടുത്ത് പഠിപ്പിച്ചാൽ മതി. ക്വസ്റ്റ്യൻ വരുന്നത് മാത്രം പഠിപ്പിച്ചാൽ മതി എന്നാണ് ഉദ്ദേശിച്ചത്. നല്ല രാശിയാണ്. ആലോചിക്കട്ടെ ഞാനൊന്ന്. വേണ്ട മിസ്, എല്ലായിടത്തും എന്നിട്ട് എക്സാമിന് ഇതുപോലെ ഒരു ഇംഗ്ലീഷ് ക്ലാസ് ഇനി കിട്ടാൻ ചാൻസ് ഇല്ല. പണ്ട് നമ്മൾ ഡിഗ്രിക്ക് പഠിക്കുമ്പോൾ പഠിച്ചാണ്. പിന്നെ ഇതുപോലെ ഒരു ഗ്രാമർ പാർട്ട് ഇനി എവിടെ നിന്ന് എടുത്ത് ആര് പഠിപ്പിച്ചു തരും?
മാം തന്നെ എല്ലാം ബേസിക് എല്ലാം പറഞ്ഞുതരൂ. ഓക്കെ, നമുക്ക് ടൈം പോലെ ചെയ്യാം കേട്ടോ. ഓക്കെ. ഞാൻ എല്ലാവരെയും ക്ലാസ് കടം ചോദിക്കട്ടെ. ഞാൻ എല്ലാ ദിവസവും കയറേണ്ടി വരും പിന്നെ MP5-ല്. ഓക്കെ, യാ, നമുക്ക് മൈൻഡ് അപ്പ് ചെയ്യാം, നമുക്ക് ആലോചിക്കാം. ഓക്കെ, സോ താങ്ക് യു ഓൾ. സീ യു ഓൺ നെക്സ്റ്റ് ക്ലാസ്. ഓക്കെ, ബൈ. ഓക്കെ, താങ്ക് യു.